ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ റോഡിൽ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഒരു കയ്യിൽ ഊന്നുവടിയും പിടിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ആ സമയത്ത് അവന് തല ചാദിക്കാൻ ഒരു ഇടം പോലുമില്ല, ഒരാളൊരു സഹായത്തിനുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്തായാലും തന്റെ മൂത്ത മകളുടെ മുഖം ഓർമ്മ വരികയാണ്. അങ്ങനെ രതീഷിന്റെയും കാദംബരിയുടെ അരികിലേക്ക് പ്രകാശൻ ചെല്ലുകയാണ്. രതീഷ് അവിടെ നിന്നും ആട്ടിപ്പായിക്കുന്നുണ്ട്. അപ്പൊ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. നിങ്ങളെ കല്യാണിയെ സ്നേഹിക്കാതെ അവളെ ഒരവസരം കിട്ടിയാൽ ഇപ്പോഴും നിങ്ങൾ അവളെ കൊല്ലും. അങ്ങനെയല്ലേ നിങ്ങളുടെ നടപ്പ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പ്രകാശനെ ആട്ടിപ്പായിക്കുക തന്നെയാണ്. പ്രകാശൻ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ ഒരു റോഡിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ പാലം പോലെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൈഡിലായിട്ട് അവൻ ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും ഒരു പിച്ചക്കാരൻ അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ആ ഒരു ദിരാവ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കാഴ്ച കല്യാണിയും കിരണും കാറിലിരുന്ന് കാണുകയാണ്. അങ്ങനെ കല്യാണിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. എത്രയായാലും തന്റെ അച്ഛനല്ലേ ആ വഴിയോരത്ത് ആരുമില്ലാതെ അനാഥനെ പോലെ അങ്ങനെ കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ എന്തായാലും നമ്മുടെ കല്യാണിയുടെ മുഖത്ത് നല്ല സങ്കടമാണ് കാണുന്നത്. പക്ഷേ കിരണ് ആ ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതേ സമയത്താണെങ്കിൽ നമ്മുടെ സരയു ആണെങ്കിൽ സരയുവിന് ഈ സംശയം മാറിയിട്ടില്ല, നമ്മുടെ മനോഹറിന്റെ ആ ഒരു കാര്യം. അങ്ങനെ മനോഹറിന്റെ പുറകെയായിട്ട് സരയു പോവുകയാണ്. അങ്ങനെ സരയു ഒരു ഹോട്ടലിലേക്കൊക്കെ എത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് സരയു ആ ഒരു കാഴ്ച കാണുന്നത്. മനോഹറും മറ്റൊരു പെണ്ണും കൂടി അങ്ങനെ നിന്ന് തോളിലൊക്കെ കൈയിട്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ സരയു കാണുന്നുണ്ട്. എന്തായാലും സരയുവിന് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും സരയു മനോഹരന്റെ കള്ളങ്ങൾ ഉടനെ കൈയോടുകൂടി പിടിക്കുകയും അവന് തക്ക ശിക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക്